ഹലോ ഗായ്സ്, വെൽക്കം ടു ചട്ടമ്പീസ് ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നീച്ചിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഇപ്പോൾ നോക്കാം. നമുക്ക് അയച്ച ഫോൾക്കുണ്ട്. പോലീസാണ്. വരണോ? ഇപ്പം തന്നെ വരണോ? ഓക്കെ ഞാൻ പറയാം. അപ്പോൾ പോലീസ് വന്നിരിക്കണം. പോലീസ് സ്റ്റേഷനിൽ വരാനാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തിനപ്പോൾ വിളിച്ചിട്ടുണ്ടാവുക? എന്തെങ്കിലും പണി വരാനാണോ അതോ ഇന്നെ പിടിച്ച് ജയിലിലിടാനാണോ? ഞാൻ ഇതിന് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചിലപ്പോൾ ആരെങ്കിലും പിടിച്ച് തരാനാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ മോഷണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓലെ പിടിച്ചു തരാനാവും. അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് ഗൈസ്. നമ്മളെ 2 കാറ് നമ്മൾ വിറ്റു. ഇനി ഈ കാറും കൂടെ ഉള്ളു വിൽക്കാൻ. അപ്പോൾ നമ്മളെ ഏതൊക്കെ വിറ്റ് പോർച്ചയും പിന്നെ ബൊളേറോയാണ്. അത് അടിപൊളി കാറുകളായിരുന്നു. അപ്പോൾ അത് നമ്മൾ വിറ്റുക്കണു. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്താറായിരിക്കണു. എന്താ കാണുകയാണ് നമ്മളെ പോലീസ് സ്റ്റേഷൻ. സെറ്റ് പോലീസ് സ്റ്റേഷനാണ്. കുറേ പോലീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നേരെ കയറാം ഗൈസ്. ഇവിടെ പോലീസുകളൊന്നും കാണാനില്ല. ആകെ സൗണ്ടൊക്കെ ഉണ്ട് നോക്കിയാൽ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം ഗൈസ്. ഇവിടെ എസ് ഐ ഉണ്ടല്ലോ. ഇവിടെ മെയിൻ. എന്തിനാ സാറ് എന്നെ വിളിപ്പിച്ച്? കാര്യം പറ. എടുത്തേക്ക് എനിക്കറിയില്ലേ, ഇവിടെ കുറേ മോഷണമൊക്കെ നടക്കണേ. ഇന്നലെ ഇപ്പോൾ ഇതാ വർക്ക്ഷോപ്പിൽ മോഷണം നടന്നു. വർക്ക്ഷോപ്പ് ആരാ വെച്ചാൽ നമ്മളെ ബെന്നിൻ്റെ വർക്ക്ഷോപ്പില്ലേ? ഇതൊക്കെ എപ്പോഴും മോഡിഫൈ ചെയ്യണേ ആ ബെന്നിൻ്റെ. ഓൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണു. അപ്പോൾ ഇതൊന്നും അവിടെ പോയി നോക്ക്. അപ്പോൾ നമ്മളോട് ഈ പോലീസ് പറഞ്ഞത് ഇങ്ങനെ നമ്മളെ ബെന്നിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളൊക്കെ പോയിക്കണതാണ്. പിന്നെ നമുക്കിനി നേരെ ബെന്നിൻ്റെ വർക്ക്ഷോപ്പിൽ പോയി നോക്കാം. അപ്പോൾ നമ്മളെ ഫ്രണ്ട് തന്നെയാണ് നമ്മളെ ബെന്നി. അപ്പോൾ ഓൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് പോയി നോക്ക് അറിഞ്ഞിട്ട് ഓൻ നമ്മളോടും പറഞ്ഞിട്ടുമില്ല. നമ്മൾ നേരെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബെന്നിൻ്റെ ഇവിടെ എത്തിക്കണം. ഇവിടെ 2-3 പോലീസുകളൊക്കെ ഉണ്ട്. എന്താണ് സാർ ഇവിടെ പ്രശ്നം? എന്തൊക്കെ കൊണ്ടുപോയി? ഒന്നും പറയണില്ല ആരും. ഇവിടെ ബെന്നി എന്തുണ്ടായി? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പല്ലേ ഒരു കള്ളൻ്റെ ഇവിടുന്ന് ഓടുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കണേ. അപ്പോൾ പോലീസ് വിളിക്കണ്ടേ? ഓക്കെ. നമ്മൾ ജ്വല്ലറി ഇല്ലേ, നമ്മളെ ബാങ്കിൽ നിന്ന് എന്തൊക്കെ പൈസ ഇതൊക്കെ കൊള്ളടിച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് എളുപ്പം പോയി നോക്കാം ഗൈസ്. നമ്മൾ നേരെ ബാങ്കിലേക്കാണ് പോണത്. നമ്മളെ വീടിൻ്റെ ബാക്കിലാണ് ബാങ്ക്. നമ്മൾ മാർക്കറ്റില്ലേ, മാർക്കറ്റിൽ നിന്ന് കുറച്ച് പോവാണ്ട്. അപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് പോവാണ്. അവിടെ കള്ള് ഇപ്പോൾ പോയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമ്മൾ പോലീസ് CCTVയിൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് എളുപ്പം പോയി നോക്കാം. എന്താ ബാങ്ക് എത്തി പോണോ? നമുക്ക് ഇവിടെ വണ്ടി നിർത്താം. നമുക്ക് ഇവിടെ ഇപ്പോൾ കള്ളനും കാണാമല്ലോ. അപ്പോൾ അപ്പുറത്ത് പോയി നോക്കാം. എടാ കള്ള, ഇതെങ്ങോട്ടാ മോഷ്ടിച്ച് പോണ്? നിക്കടവിടെ. അയ്യോ, എന്ത് പായാണ്. നമ്മളങ്ങനെ കള്ളനെ പിടിച്ചുകൊണ്ട് നമ്മളോട് പോലീസിൻ്റെ അടുത്ത് പോട്ടെ. സാറേ, കള്ളനെ പിടിച്ചില്ലേ? സന്തോഷമായില്ലേ? ഗായ്സ്, നമ്മൾ ഇന്നലെ ആ കള്ളനെ പിടിച്ചെടുത്തില്ലേ? ഇന്നത്തെ വീണ്ടും പോലീസ് വിളിച്ചുകൊണ്ടു. എന്നോട് എളുപ്പം വരാൻ പറഞ്ഞു. ഇന്നിപ്പോൾ വേറെ എന്താ വെച്ചാൽ പണിയുണ്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് എളുപ്പം പോയി നോക്കാം ഗായ്സ്. നമ്മൾക്ക് വണ്ടിയില്ല, മറ്റേ വണ്ടിയും വിറ്റിക്കണം. നമുക്ക് എന്തെങ്കിലും തരാനാണെങ്കിലോ? അപ്പം നമുക്ക് വണ്ടിയൊന്നുമില്ല. നമ്മൾ മറ്റേ ഇന്നലെ കാണിച്ചിരുന്ന മറ്റേ ഫോർച്യൂണർ നമ്മൾ ഒരാൾക്ക് വിറ്റു. അപ്പോൾ വണ്ടിയും പോയി. അപ്പോൾ ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്തിനാ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സാറ് വിളിച്ചത്? ഈ സാറ് എൻ്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് നമുക്ക് വലിയ സീനും ഉണ്ടാവില്ല. ഇനി സീനുണ്ടായെങ്കിലും അയാൾ നമ്മൾ ഇറക്കിക്കോളും. പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് ഗൈസ്. ഇനി നമുക്കൊന്ന് ചെന്ന് നോക്കാം എന്താ വലിയ സീനുണ്ടാവുക. അപ്പം നമുക്കൊന്ന് ചെല്ലട്ടെ. നമുക്ക് വണ്ടി ഇവിടെ ഉള്ളിൽ നിർത്താം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിർത്താം. അപ്പം നമുക്ക് ഇനി ഒന്ന് എളുപ്പം പോയി നോക്കട്ടെ ഗൈസ്. എന്തിനാ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവുക? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ നോക്കട്ടെ. ഇവിടെ നിശബ്ദതയാണൊക്കെ. അപ്പം നമുക്ക് നോക്കാം. എന്തിനാ സാറേ നമ്മളെ വിളിച്ച്? പറയേ. എടാ, ഇന്നലെ ആ കള്ളനെ
തന്നില്ലേ, അതുകൊണ്ട് എനിക്കൊരു സമ്മാനം ഉണ്ട്. ഇതൊന്ന് പുറത്ത് പോയി നോക്കി നോക്കേ. അപ്പം നമ്മളോട് സാറ് പുറത്ത് പോയി നോക്കാനാണ് പറയണത്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം ഗായ്സ്. ഇവിടെ എളുപ്പം പോടാ, നമ്മളോട് എളുപ്പം പോകാൻ പറയുന്നുണ്ട്. എന്താവും? ഓക്കെ ഗായ്സ്, ഇവിടെ പുറത്തൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് ഒന്നുകൂടി പോയി ചോദിച്ചോക്കാം. സാറ് അവിടെ പുറത്ത് ഒന്നും കാണുന്നില്ലല്ലോ, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞേ. അവിടെ പോയി നോക്കേ, ചെന്ന് നേരെ നോക്കിയില്ലേ, ആ സൈഡ് മുക്കൊക്കെ പോയി നോക്കേ. സാറ് വീണ്ടും നമ്മളോട് നോക്കാനാണ് പറയുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം ഗൈസ്. നമ്മളെ മറ്റേ ഫോർച്യൂണറല്ല, സോറി, നമ്മളെ പോർഷെ അല്ലേ നമ്മൾ വിറ്റിരുന്നേ. ഇതെങ്ങനെ പോണേ സെയിം? ഓ, ഇനി പോർഷെ വീണ്ടും കിട്ടി ഗൈസ്. ഓ, മോഡിഫൈ ഒക്കെ സെറ്റാക്കിയിട്ടാണ് തന്നിക്കണ് ഗൈസ്. നമ്മൾ ഇന്നലെ പിടിച്ചെടുത്തതിൻ്റെ സമ്മാനമാവും. അപ്പോൾ ഈ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്യുക. നമുക്ക് ഈ പോർഷെ നമുക്ക് വീട്ടിൽ പോവാം. ഓ, സെറ്റാണ്. മോഡിഫൈ ഒക്കെ ചെയ്തുകൊണ്ട് നല്ല സ്മൂത്ത് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ.